ജമ്മു കാശ്മീരിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൽ പാൻ കാർഡ് ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടുകൾ വഴി 4.88 ലക്ഷം കോടി രൂപയുടെ വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ്, കേന്ദ്ര ഏജൻസികളായ NIA, ED അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട്. അതായത് NIA അറിയിച്ചത് ഇത് ഏതെങ്കിലും ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പണമാണോ, ED അറിയിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ അവിടെ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഇൻകം ടാക്സിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് EDയും കൂടെ അറിയിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായി കണക്ക് പറഞ്ഞാൽ 4 ലക്ഷം കോടി 88 ലക്ഷം രൂപയാണ് മതിയായ രേഖകളില്ലാതെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഒരു വാർത്ത ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ബാങ്ക് ജീവനക്കാർക്ക് പോലും അറിയില്ല ആരാണ് ഇത്രയും കോടി രൂപ, അതായത് ഈ ഇത്രയും കോടി വലിയൊരു എമൗണ്ട്, ഇത്രയും ലക്ഷം കോടി രൂപ ഈ എമൗണ്ട് ആരാണ് നിക്ഷേപിച്ചത്, ഏത് സ്ഥാപനമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണെന്ന് ബാങ്കിലെ ജീവനക്കാർക്ക് പോലും അറിയില്ല. അതുമായി ബന്ധപ്പെട്ടൊന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു KYCയോ അല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും ആ നിക്ഷേപിച്ച വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അടയാളവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. സാധാരണഗതിയിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ ഉൾപ്പെടെ ബാങ്കിലെ ജീവനക്കാർ ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് തുറക്കുന്നത്. ഓൺലൈൻ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ പാൻ കാർഡൊന്നും ഇല്ല, നമ്മൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ്, നമുക്ക് വലിയ 1 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒന്നും ട്രാൻസാക്ഷൻ ഒന്നും ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ നമ്മളൊന്നും നടത്താറില്ല. സാധാരണഗതിയിൽ ഒരു 2000 രൂപ, 3000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപയ്ക്ക് താഴെയൊക്കെ നമുക്ക് പൈസ ഉള്ളൂ എങ്കിൽ അതീവ പാവമാണ്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാൻ കാർഡിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫോം 60 പൂരിപ്പിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള, ഒരു സേവിങ് അക്കൗണ്ട് തുറക്കാനുള്ള അതിനുള്ള ഒരു സാഹചര്യവും നമുക്ക് ബാങ്കിലുണ്ട്. ജമ്മു ബാങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പണം നിക്ഷേപിച്ചവരുടെ KYC വാങ്ങാതെയും ആധാർ ഡീറ്റെയിൽസ് വാങ്ങാതെയും പാൻ കാർഡ് ഒന്നും വാങ്ങാതെയും ഫോം 60 ഫിൽ ചെയ്യിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇവരെല്ലാവരും ഈ ഏകദേശം ഒരു ലക്ഷക്കണക്കിന് ആളുകളുടെ ആധാർ കാർഡോ ഡീറ്റെയിലോ ഒന്നും തന്നെ വാങ്ങാതെ അവർ പാവപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോം 60 ഫില്ല് ചെയ്യിപ്പിച്ചത്. അങ്ങനെ അവർക്ക് ബാങ്ക് അധികൃതർ സേവിംഗ് അക്കൗണ്ടുകൾ തുറപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം. അതിൽ 4.88 കോടി രൂപ ആ അക്കൗണ്ടിലാണ് ഇപ്പോൾ വന്നത്. അതായത് കൃത്യമായ കണക്കുകൾ പറയുമ്പോൾ 2021-നും 2024-നും ഇടയിലുള്ള 3 വർഷ കാലയളവിലാണ് ഈ ഗുരുതരമായ നിയമലംഘനം ബാങ്കിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാലും ശരി, നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനത്തെ പല ബാങ്കുകളുമുണ്ട്. അവിടെയൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ചെന്നാലും അവർ സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ എന്തൊക്കെയാണോ സിസ്റ്റങ്ങൾ അത് തന്നെയാണ് അവരവിടെ പാലിക്കുന്നത്. പക്ഷേ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ ആർട്ടിക്കിൾ 370 നരേന്ദ്രമോദി സർക്കാർ എടുത്ത് കളഞ്ഞതോടുകൂടിയാണ് അവിടെ ജമ്മു കാശ്മീരിലെ ചില ആളുകൾക്കെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായതും അവിടെ ഓരോ കള്ളത്തരങ്ങളടക്കം ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്ത ഈ അക്കൗണ്ടുകളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 15 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഇടപാട് നടന്ന അക്കൗണ്ടുകളിലെ ആകെ നിക്ഷേപം 4.88 ലക്ഷം കോടി രൂപയാണ്. KYC മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ബാങ്കിന് സംഭവിച്ച ഗുരുതരമായ ഒരു വീഴ്ചയാണെന്നാണ് ആദായ നികുതി വകുപ്പ് ഇതിനെ വിലയിരുത്തുന്നത്. വലിയ തോതിൽ നികുതി വെട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനും ഇത് കാരണമായിട്ടുണ്ടെന്നാണ് ആശങ്കപ്പെടുന്നത്. ഇങ്ങനെ പാൻ ലിങ്ക് ചെയ്യാത്തവരിൽ 510-ലധികം വ്യക്തികൾക്ക് മുമ്പേ തന്നെ പാൻ കാർഡ് ഉണ്ടായിരുന്നിട്ടും അവർ ബാങ്കിൽ സമർപ്പിച്ചില്ല എന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ്. 1938-ൽ മഹാരാജ ഹരിസിംഗിന്റെ കാലത്ത് തുടങ്ങിയ ബാങ്കാണ് ജമ്മു കാശ്മീർ ബാങ്ക്. എന്നാൽ ഇത് ഒരു പൊതുമേഖലാ ബാങ്ക് ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ജമ്മു സർക്കാരിന് 51.8% ഓഹരിയുണ്ട്. അത് ഏറ്റവും വലിയൊരു ഓഹരി ആ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീർ സർക്കാരിനാണ്. അതിൽ ഏറ്റവും വലിയൊരു ഓഹരി തന്നെ ഉള്ളത് 51.8. ഈ ബാങ്കിന്റെ പ്രധാന ഓഹരി ഉടമ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അതായത് ജമ്മു കാശ്മീർ ഗവൺമെന്റ് തന്നെയാണ്. ജമ്മു കാശ്മീർ ലിബറേഷൻ നേതാവ്, അതായത് വലിയൊരു തീവ്രവാദി
ആസിം മാലിക്കിന് അവിടെ വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് നിക്ഷേപമുണ്ട്, ഒരു ഓഹരി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ ആസിം മാലിക്കൊക്കെ നമുക്കറിയാം മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത്, നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന സമയത്ത് ഈ ആസിം മാലിക് എന്ന ഈ കൊടും തീവ്രവാദി ഇന്ത്യയിലേക്ക് വരികയും മൻമോഹൻ സിംഗ് വലിയ രീതിയിൽ എന്തോ ഒരു വിശിഷ്ട വ്യക്തി എന്ന രീതിയിൽ മൻമോഹൻ സിംഗ് പരവതാനിയൊക്കെ വിരിച്ച് സ്വീകരിച്ച് അയാളെ ഷേക്കൻഡ് കൊടുത്തു. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയൊക്കെ വന്ന് അയാളെ ആനയിച്ച് അവരുടെ ഔദ്യോഗിക വസതിയിലൊക്കെ കൊണ്ടിരുത്തി ചായ സൽക്കാരമൊക്കെ നടത്തി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടാണ് ആസിം മാലിക്കിന് എന്ന ഈ കൊടും കുറ്റവാളിയെ വിട്ടത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ബാങ്കില് അവിടുത്തെ തീവ്രവാദ ഫണ്ടിങ്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നടക്കമുള്ള ഫണ്ടുകളടക്കം, അത് ജമ്മു കാശ്മീരിൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു വലിയൊരു ബാങ്കിന്റെ ഒരു ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ പാകിസ്ഥാനിൽ നിന്നടക്കമുള്ള തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തികളുടെയൊക്കെ അക്കൗണ്ടുകൾ ഈ ജമ്മു കാശ്മീർ ബാങ്കിലാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അവിടെ കള്ളപ്പണം അടക്കം തീവ്രവാദത്തിനടക്കം ഒരു ഉപയോഗം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ജമ്മു കാശ്മീരിൽ ഒരു തീവ്രവാദ ബാങ്ക് എന്നിതിനെ സോഷ്യൽ മീഡിയ അടക്കം ഇതിനെ വിശേഷിപ്പിക്കുന്നത്.